ഫലമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ? ഇനി ചോദിക്കട്ടെ, ദുബായിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടില്ലേ? ഭാര്യയുടെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്? ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വിതുമ്പിയിട്ടല്ലേ ഇറങ്ങുന്നത്? ബാപ്പന്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്? എന്റെ ഈ ദുഃഖത്തിന് ഇവനെന്ത് പോകണം? പോകുന്നത് എന്താണ്? പോയാൽ 1000 ദിർഹമിന് 12,000 ഉസ്താദേ കിട്ടാനുള്ളത്. അപ്പൊ കിട്ടുമെന്ന് തോന്നിയാ നീ സഹിക്കാൻ തയ്യാറാണല്ലേ? കിട്ടുമെന്ന് തോന്നിയാ സഹിക്കാൻ തയ്യാറാണല്ലേ? എന്നാ ചോദിക്കട്ടെ, നിനക്ക് ആഖിറം കിട്ടുമെന്ന് തോന്നിയിട്ട് എന്തേ നീ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹിക്കാത്തത്? എന്തേ നീ കള്ളുകുടി നിർത്താത്തത്? എന്തേ നീ അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് നിർത്താത്തത്? ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിന് വിശ്വാസമുണ്ടോ? അല്ലാഹ് റഹ്മാനും റഹീമുമാണെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് എത്ര വലിയ വേദനയുള്ള രോഗം വന്നാലും ഈ രോഗം കൊണ്ട് എന്റെ ദോഷമങ്ങ് പുറത്തു പോകും, ഈ രോഗം കൊണ്ടല്ല എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം തരും എന്ന് നീ അങ്ങ് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ രോഗം നിനക്ക് സുഖമായി മാറിയില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ സഹോദരന്മാരെ ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നുന്നു, ഒരു നല്ല റുമ്മാമ്പഴം കഴിക്കണം, നല്ല റുമ്മാൻ പഴം കഴിക്കണമെന്ന് തോന്നുന്നു. മഹാനവറുകൾ ഒരു പർവ്വതത്തിന്റെ സമീപത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ നല്ല റുമ്മാൻ ഇങ്ങനെ കാണുന്നു. മഹാനാ റുമ്മാൻ പഴം ഇങ്ങോട്ടെടുത്തു. ആ പഴമെടുത്തിട്ട് കീറി അതങ്ങോട്ട് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്, പുളിച്ചിട്ട് തിന്നാൻ കഴിയാത്ത റുമ്മാനാണ്. ബഹുമാനപ്പെട്ടത് അവിടെ തന്നെ വെച്ചു. അദ്ദേഹം പിന്നെയും ഇങ്ങനെ നടന്നു. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ കുറച്ചപ്പുറത്തിയപ്പോ ഞാൻ കാണുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കിടന്ന മനുഷ്യന്റെ അടുക്കൽ ശരീരം മുഴുക്കേ വലിയ കടന്നലുകൾ വന്ന് ഇങ്ങനെ കുത്തുന്നുണ്ട്. അവിടെ നിലത്തിങ്ങനെ കിടന്നിരിക്കുകയാണ് ആ മനുഷ്യൻ. കടന്നലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു കാണുന്നു കടന്നൽ കുത്തുന്ന ഒരു മനുഷ്യൻ. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിക്കുന്ന മനുഷ്യൻ ഇങ്ങോട്ട് സലാം എടുക്കുന്നു. വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം, പേര് വിളിച്ചിട്ട് വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം, ഇബ്രാഹിമുൽ ഖവാസ്. വഅലൈക്കും അസ്സലാം എന്ന് വിളിച്ചിട്ട് മൂപ്പർ പേരാ വിളിക്കുന്നു. കൈഫ അറഫ്തനി, നിങ്ങൾക്ക് എന്നെങ്ങനെ മനസ്സിലായി? ഞാൻ ഈ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടക്കല്ലേ, ആരുമില്ലാത്ത, ആർക്കും ഉടമസ്ഥതയില്ലാത്ത പൊതുസ്വത്തായ മലഞ്ചെരുവിലൂടെ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്നേകൾ കേട്ടാരേയിരുന്നോവർ. ഔലിയാക്കൾക്കില്ലേ ചില നടത്തങ്ങൾ, ആ നടത്തങ്ങളല്ലേ ഞാനിങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പരിചയം. നിങ്ങൾ എന്തേ പറയുന്നു? ഇബ്രാഹിം വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം. ഓ അതാസി വിഷയം. മൻ അറഫല്ലാഹ അസ്സ വജല്ല ലം യഖഅ അലൈഹി ശൈ. ഇബ്രാഹിമുൽ ഖവാസ് അല്ലാഹുവിനെ ശരിക്കൊരാളങ്ങറിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടോ എന്തെങ്കിലും അറിയാതെ പോകുന്നു? അല്ലാഹുവിനെ അറിഞ്ഞവര് അറിയാത്ത കാര്യങ്ങളുണ്ടോ? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകം എന്നോവർ. എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ ഔദന്നോവർ. അല്ലാഹുവിന്റെ മഅരിഫത്ത് കൊണ്ട് മനസ്സങ്ങ് തെളിഞ്ഞപ്പോൾ ആ മനസ്സിലേക്ക് അതാ ലൗഹിൽ മഹ്ഫൂദാകുന്ന കണ്ണാടി, ആ കണ്ണാടിയിലുള്ളത് മുഴുവനും പ്രതിഫലിക്കുന്നു. ഏതുപോലെ നമ്മൾ ഈ CD കാസറ്റ് ഇറക്കുന്നത് എങ്ങനെ? നമ്മളെ പ്രസംഗത്തിന്റെ ശബ്ദവും നമ്മളൊക്കെ അതിലങ്ങോട്ട് പതിയുകയാണ്. പിന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോ, അതേ CD പ്ലെയറും വെച്ച് നോക്കുമ്പോ അത് പിന്നെ ഇങ്ങനെ കാണുകയാണ് അല്ലേ? കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചപ്പോ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങോട്ട് തന്നെ വരികയാണല്ലേ? ലൗഹുൽ മഹ്ഫൂദ് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. ആ വിവരമുള്ള കണ്ണാടിയിലേക്ക് മനസ്സ് പൂർണ്ണമായി ശുദ്ധമായ ഔലിയാക്കളുടെ മനസ്സാകുന്ന കണ്ണാടി അത് തിരിച്ചങ്ങ് വെച്ചാൽ
CD കേസറ്റിൽ നമ്മൾ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ അത് മുഴുവനും അവരെ ഹൃദയത്തിലേക്ക് അതാ കാണുന്നു. അതാ എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. അത് തന്നെയാണ് ഈ മഹാനും പറയുന്നത്. ഇബ്രാഹിമുൽ ഖവാസ്, അല്ലാഹുവിനെ ശരിക്കറിഞ്ഞവന് ഒരു കാര്യം അറിയാതിരിക്കലുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചു, അറാനക ഹാലല്ലാഹി അസ്സ വജല്ല ഫലൗ സഅൽതുഹു അൻ യഹ്മിയക മിൻ ഹാദിഹി സനാബീരി. ഓ, നിങ്ങൾ അള്ളയായിട്ട് ഇത്ര അടുത്ത ആളല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പഠിച്ചവനോടൊന്ന് പറഞ്ഞൂടെ? കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിച്ച് ഇങ്ങനെ കിടക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ കുത്തിന്റെ വേദന ഒന്ന് ഒഴിവാക്കി കിട്ടാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അപ്പോ ഉടനെ തന്നെ മൂപ്പര് എന്നോട് ഇങ്ങോട്ട് പറയാണ്, അല്ല ഇബ്രാഹിമേ, നിങ്ങളും അള്ളിയായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് പടച്ച റബ്ബിനോട് ഈ റുമ്മാൻ പഴം കഴിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? മൂപ്പര ചോദ്യാണ്. മൂപ്പരങ്ങനെ വരുമ്പോ റുമ്മാൻ പഴം തിന്നണമെന്ന് ആശിച്ചിട്ട് അതെടുത്ത് കടിച്ചു നോക്കുമ്പോ പുളിച്ചിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു പോകുന്നതല്ലേ? മൂപ്പര ചോദ്യം, അല്ലയോ ഇബ്രാഹിമേ, നിങ്ങളും അന്നായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് അള്ളാരോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു ഈ റുമ്മാൻ പഴം തിന്നണമെന്നുള്ള ആശ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു തരണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ മഹാൻ പറയാണ്, നിങ്ങൾ കഴിക്കാൻ വിചാരിച്ച റുമ്മാമ്പഴമില്ലേ, അത് ഈ ദുന്യാവിനുള്ളൊരു ശഹവത്തല്ലേ? ആ റുമ്മാമ്പഴത്തിന്റെ കടിയുണ്ടല്ലോ, അതിന്റെ വേദന ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതേ സമയത്ത് ദുന്യാവിൽ എന്നെ കടിക്കുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, ഇതിന്റെ രസം മുഴുവനും എനിക്ക് ആഖിറത്തിൽ വെച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന റുമ്മാമ്പഴത്തിന്റെ സുഖം അതിനങ്ങ് ദുഃഖമാണ് കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, അതിനെനിക്ക് ആഖിറത്തിൽ എനിക്ക് സമ്മാനമാണ് കേട്ടോ. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, അതല്ലേ അർ-റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് ശരിക്ക് അറിഞ്ഞ ഒരു മനുഷ്യന് എന്ത് മുസീബത്തും അവന് രസം തന്നെയാണ് കേട്ടോ.